മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ബി ഹോട്ടലിലേക്ക് പുതിയ അതിഥി എത്തിയത് കൊണ്ട് തന്നെ ഇന്നലെ വന്ന ശോഭയും ഷിയാസും ഇന്ന് ബി ഹോട്ടലിൽ നിന്നും പുറത്തു പോവുകയാണ്. അങ്ങനെ എന്തായാലും എല്ലാവരോടും നമ്മുടെ ഷിയാസും ശോഭയൊക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും ഹഗ് ചെയ്ത് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അതിനുശേഷം നേരെ ശോഭ ജിസേലിനെ പേഴ്സണലായി വിളിച്ച് യാത്ര പറയുന്നു. എന്നിട്ട് ശോഭ ജിസേലിനോട് പറയുന്നത് പ്ലേ യുവർ ഇൻഡിവിജ്വൽ ഗെയിം, ബി യുവർ സെൽഫ് എന്നാണ്. ആര്യനുമായിട്ടുള്ള ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഗെയിം പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള ഒരു ഹിന്റ് എന്തായാലും ശോഭ ഇപ്പോൾ ജിസേലിന് കൊടുത്തിരിക്കുകയാണ്. ശോഭ ഓൾറെഡി പുറത്ത് വെച്ച് തന്നെ സീസൺ 7 ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ജിസേൽ എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഫേവറേറ്റ്സും എന്തായാലും ശോഭ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷവും ജിസേലിനോട് കാണിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ജിസേലിൻ്റെ ഗെയിം ശോഭയ്ക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷേ ജിസേലിൻ്റെ ഗെയിമിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ടാവാം നമ്മുടെ ശോഭ ജിസേലിന് ഒരു ഹിൻഡ് കൊടുത്തത്. ഒറ്റയ്ക്ക് വന്ന് കളിക്കുക, അതായത് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുക, നീയായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയും ശോഭ ജിസേലിനോട് പറയുന്നു. ജിസേൽ അതിന് ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്, വേറൊന്നും പറഞ്ഞില്ല. കാരണം ഓൾറെഡി ആര്യനും ജിസേലിനും പുറത്ത് തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് നെഗറ്റീവ് ഇമേജ് ആണെന്നുള്ളൊരു ഹിൻഡ് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. അതിനെക്കുറിച്ച് ഇന്ന് രാവിലെയും കൂടിയും ആര്യനും ജിസേലും സംസാരിച്ചതുമാണ്. പക്ഷേ ആ സമയത്ത് അവർക്കൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നെഗറ്റീവ് ഇമേജ് ആണോ എന്ന്. എന്നാൽ ശോഭ ഇപ്പോൾ പറഞ്ഞപ്പോൾ ജിസേലിന് പൂർണ്ണമായും വിശ്വാസമായെന്ന് തോന്നുന്നു. ജിസേലിൻ്റെയും ആര്യൻ്റെയും ഫ്രണ്ട്ഷിപ്പ് പുറത്ത് വളരെ നെഗറ്റീവ് ആണെന്ന്. എന്തായാലും ശോഭ പറഞ്ഞതനുസരിച്ച് ജിസേൽ ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ടോപ്പ് 5 എത്താൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിസേൽ. ശോഭ പറഞ്ഞത് ഏത് രീതിക്ക് ജിസേൽ എടുത്തു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.